പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം. വാർത്ത 24 നിൽക്കുന്നത് അടൂർ ബൈപ്പാസിലാണ്. അപകടങ്ങൾ തുടർക്കഥയാകുകയാണ് അടൂർ ബൈപ്പാസിൽ. നിരവധിയായ ഹോട്ടൽ സമുച്ചയങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും സ്ഥിതി ചെയ്യുന്ന അടൂർ ബൈപ്പാസിൽ മോശമായ രീതിയിലുള്ള വാഹന പാർക്കിംഗാണ് ഈ അപകടത്തിന് പ്രധാന കാരണം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അടൂർ പോലീസിന്റെ ഭാഗത്തു നിന്നോ അതോടൊപ്പം തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നോ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ 2 യുവാക്കൾ മരണത്തിലേക്ക് പോയ ഒരു സംഭവം ഈ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട കാര്യമാണെന്ന് നാട്ടുകാർ പലരും പറയുകയുണ്ടായി. പക്ഷേ ഇത്തരം വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ട് പോലീസ് നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളത് വളരെ വീഴ്ചയായി തന്നെ കാണുകയാണ്. അതോടൊപ്പം തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ വണ്ടി ടെസ്റ്റിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ഈ തിരക്കേറിയ ഈ റോഡിലാണ് നടക്കുന്നത്. പലപ്പോഴും ഈ മഞ്ഞ ലൈനെയൊക്കെ ക്രോസ് ചെയ്തുകൊണ്ട് നിരവധിയായ ട്രാഫിക് ലംഘനങ്ങളാണ് ഈ ബൈപ്പാസിൽ നടക്കുന്നത്. അതിൻ്റെയൊക്കെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ അപകടങ്ങൾ ഇവിടെ പെറ്റുവരിക്കുന്നത്. ഞാൻ നിൽക്കുമ്പോൾ ഈ പ്രമുഖമായ ഒരു ഹോട്ടൽ സ്ഥാപനത്തിന് മുന്നിലാണ്. ഇവിടെ തന്നെ ഉച്ച കഴിഞ്ഞും വൈകുന്നേരമൊക്കെ വലിയ പാർക്കിംഗ് കാണും. പക്ഷേ ആ പാർക്ക് ചെയ്യുന്ന പല വാഹനങ്ങളും ഈ പറയുന്ന ഈ റോഡിന്റെ ഈ വെള്ളവര കവർ ചെയ്തുകൊണ്ടാണ് മിക്ക വാഹനങ്ങളും പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത്തരം ആളുകളെ നിയന്ത്രിക്കുവാൻ പോലീസിന് കഴിയുന്നില്ല എന്നുള്ളത് വളരെ വീഴ്ചയാണ്. അപ്പോൾ ഇത്തരം വിഷയവുമായി ബന്ധപ്പെട്ട് അധികാരികൾ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഈ വാഹനങ്ങളെ നിയന്ത്രിക്കുകയും ഈ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കുമെന്നാണ് വാർത്ത 24 പ്രതീക്ഷിക്കുന്നത്. അപ്പം പ്രിയമുള്ള പ്രേക്ഷകരെ, ബൈപ്പാസിന്റെ മറ്റൊരു മേഖലയാണ് വളരെയധികം അപകടം നിറഞ്ഞ വളവുകളുള്ള ഒരു മേഖല. ഇവിടെ എനിക്ക് എൻ്റെ പുറകിൽ കാണുന്ന കൂട്ട് വാഹനങ്ങൾ നിരവധിയായി കടന്നു പോവുകയാണ്. കൊട്ടാരക്കരയിൽ നിന്നും പന്തളത്തോട്ടും കോട്ടയമൊക്കെ പോകുന്ന വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു മേഖലയാണ്. ഇവിടെ ഈ മഞ്ഞ ലൈൻ അത് നിർബന്ധമായും ക്രോസ് ചെയ്യാൻ പാടില്ല എന്നുള്ള ശക്തമായ ട്രാഫിക് നിയമം ഉള്ളപ്പോഴാണ് ഈ ലൈൻ മിക്കപ്പോഴും ക്രോസ് ചെയ്തുകൊണ്ട് നിരവധിയായ വാഹനങ്ങൾ ഈ ബൈപ്പാസിലൂടെ സഞ്ചരിക്കുന്നത്. ഇതിന് നിയന്ത്രിക്കുവാൻ യാതൊരു വിധമായ സംവിധാനങ്ങളുമില്ല. ഒരു ക്യാമറയുണ്ട്, അത് നിലച്ചിട്ട് എൻ്റെ പ്രവർത്തനം നിലച്ചിട്ട് ഏകദേശം മാസങ്ങളോളായി. അത് പുനഃസ്ഥാപിക്കാൻ ആവശ്യമായ ഒരു നടപടിയും അധികാരികളുടെ ഭാഗത്ത് ഉണ്ടാകുന്നില്ലെന്നുള്ളത് വളരെയധികം നിർഭാഗ്യം തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ നിരവധിയായ വാഹനങ്ങൾ ഈ മഞ്ഞ ലൈൻ ക്രോസ് ചെയ്തുകൊണ്ട് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഞങ്ങൾ ക്യാമറ ഓണാക്കിയതുകൊണ്ട് ആളുകൾ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുന്ന ഒരു കാര്യമുണ്ട്. പക്ഷേ മിക്ക സമയങ്ങളും ഈ മഞ്ഞ ലൈനെ ക്രോസ് ചെയ്തുകൊണ്ട് വാഹനങ്ങൾ കടന്നു പോകുന്ന സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടെസ്റ്റിങ് ഇവിടെയാണ് നടക്കുന്നത്. അപ്പോൾ നിരവധിയായ വാഹനങ്ങൾ ഇതിൻ്റെ റോഡിൻ്റെ ഇരു സൈഡിലായും പാർക്ക് ചെയ്തുകൊണ്ടാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ നോ പാർക്കിങ്ങിനുള്ള നിരവധിയായ ബോർഡുകളുണ്ട്. പക്ഷേ അതിനെയൊക്കെ വയലേറ്റ് ചെയ്തുകൊണ്ടാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് പോലും ഇത്തരത്തിലുള്ള ടെസ്റ്റിംഗ് നടക്കുന്നത്. എൻ്റെ തൊട്ടുപുറയിൽ കാണുന്ന തമാൻ ഒരു കടയുണ്ട്. ആ കടയുടെ അടുത്തായിട്ടാണ് കഴിഞ്ഞ ദിവസം 2 മരണങ്ങൾ ഈ റോഡിൽ സംഭവിച്ചത്. അന്നേ ദിവസം തന്നെ ബൈപ്പാസിൻ്റെ എൻട്രി പോയിന്റിൽ ഒരു അപകടം നടന്നു. ഒരു ദിവസം തന്നെ 3 അപകടങ്ങൾ നടന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ കാണാൻ സാധിക്കും മഞ്ഞ ലൈൻ ക്രോസ് ചെയ്തുകൊണ്ട് വാഹനങ്ങൾ കടന്നു പോകുന്ന നിർഭാഗ്യകരമായ കാഴ്ച ഇവിടെ കാണുന്നുണ്ട്. ഇതിനെല്ലാം പ്രേരിപ്പിക്കുന്നത് ഇവിടെ ഒരു ട്രാഫിക്കിൻ്റെ ശക്തമായ നിയന്ത്രണമില്ല. ഇവിടെ സ്ഥാപിക്കുന്ന ക്യാമറ ഓഫാണ്. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് അടൂർ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ശക്തമായ ഒരു നിരീക്ഷണമില്ല എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിൽ വാഹനങ്ങൾ ഈ മഞ്ഞ ലൈൻ ക്രോസ് ചെയ്തുകൊണ്ട് അപകടങ്ങൾ സൃഷ്ടിക്കുന്ന അതിലേക്ക് ഡ്രൈവ് നടത്തുന്ന ഒരു സ്ഥിതി ബൈപ്പാസിൽ ഉണ്ടാകുന്നു. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അടൂർ പോലീസും അതോടൊപ്പം തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും ശക്തമായ നടപടി സ്വീകരിക്കുന്ന പ്രതീക്ഷയിൽ അടൂർ ബൈപ്പാസിൽ നിന്നും ക്യാമറമാൻ സാദിഖിനൊപ്പം അജിത് പട്ടാഴി, വാർത്ത 24.